ഈ മാസം 27-ാം തീയതി മറ്റന്നാൾ പുന്നപ്ര വയലാർ സ്മരണ പുതുക്കിയതിനു ശേഷം CPM-നോട് ചേർന്ന് നിന്ന് ആ സ്മരണകൾ ഓർമ്മിച്ചെടുത്തതിന് ശേഷം CPI പോകുന്നത് സംസ്ഥാന എക്സിക്യൂട്ടീവിലേക്കാണ്, നിർവാഹക സമിതിയിലേക്കാണ്. ആ ദിവസമാണ് CPIയെ സംബന്ധിച്ചിടത്തോളമുള്ള സുപ്രസാദ കാലം, അല്ലെങ്കിൽ രക്ഷാ ദിവസം, അല്ലെങ്കിൽ എല്ലാറ്റിനും ഒരു കാലമുണ്ട്, സമയമുണ്ട് എന്ന് സോളമൻ പറഞ്ഞ ദിവസം. സോളമൻ പറയുന്നത് ജനിക്കാനൊരു ദിവസമുണ്ട്, മരിക്കാനൊരു ദിവസമുണ്ട്, കൊല്ലാനൊരു ദിവസമുണ്ട്, നടാനൊരു ദിവസമുണ്ട്, നട്ടുവിളഞ്ഞിട്ട് പറിക്കാനൊരു ദിവസമുണ്ട്, ആലിംഗനം ചെയ്യാനൊരു ദിവസമുണ്ട്, ആലിംഗനം ചെയ്യാതിരിക്കാൻ മറ്റൊരു ദിവസമുണ്ട്, യുദ്ധത്തിനൊരു ദിവസമുണ്ട്, അതുപോലെ തന്നെ സമാധാനത്തിന് ഒരു ദിവസമുണ്ട്, സ്നേഹത്തിനും ഒരു ദിവസമുണ്ട്, എല്ലാറ്റിനും ഒരു ദിവസമുണ്ട്. CPIയുടെ ദിവസം 27-ാം തീയതി സമാഗതമാവുകയാണ്. നിങ്ങൾ എന്ത് തീരുമാനിക്കും? CPIയുടെ ചരിത്രത്തിൽ ഇതുപോലെ ഓരോന്ന് ചെയ്യാൻ ഓരോ കാലമുണ്ടായിട്ടുണ്ട്. പാർട്ടിയിലെ പിളർപ്പന്മാരായിട്ട് നിന്നവരെ പറഞ്ഞ് പുറത്തേക്ക് വിട്ട ഒരു ദിവസമുണ്ട് 1964. പിന്നീട് വീണ്ടും CPM-ആയിട്ട് സഹകരിച്ചു, അതിനൊരു ദിവസം ഉണ്ടായിരുന്നു. പിന്നെ കോൺഗ്രസിന്റെ കൂടെ ചേർന്നു, അതിന് വേറൊരു ദിവസം ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് ഭട്ടിൻഡ കോൺഗ്രസുമായിട്ടുള്ള ബന്ധം വിടർത്താൻ തീരുമാനിച്ചു, അതിനൊരു ദിവസം ഉണ്ടായി. പിന്നീട് LDF-ൽ വീണ്ടും ചേരാൻ ഒരു ദിവസം ഉണ്ടായി. പല പല അപമാനങ്ങൾ സഹിക്കുന്നതിന് ഓരോരോ ദിവസങ്ങൾ CPIയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ LDF-ൽ അവർക്ക് തിരുത്തൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്.